ദീപിക, രാഷ്ട്രീയ പ്രതിരോധം അപ്രധാനമൊന്നല്ല. ഇപ്പോൾ അങ്ങ് സി പി എമ്മിന്റെ വക്താവായി രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് അങ്ങയുടെ ഉത്തരവാദിത്വം. പക്ഷേ രാഷ്ട്രീയ പ്രതിരോധത്തിനപ്പുറം ഈ അങ്ങ് പറഞ്ഞ പേരുകൾ, അല്ലെങ്കിൽ സി പി എം പറഞ്ഞ പേര്, അടൂർ പ്രകാശോ ആന്റണിയോ സോണിയാഗാന്ധിയോ, ഈ പറയുന്ന ആരുമോ അന്വേഷണത്തിന്റെ ഈ പറയുന്ന നടന്ന നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയുടെ അന്വേഷണ പർവിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഈ പറഞ്ഞ വാജിവാഹനമാട്ടെ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ അറിവോടെയാണ് കൊടുത്തതെന്ന് രേഖകൾ പുറത്തു വരുമ്പോൾ അതും എത്രത്തോളം അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി കൊടിമരക്കാലത്തേക്കോ അന്വേഷണം നടക്കട്ടെ. പക്ഷേ നിലവിലെ അന്വേഷണ പർവ്യൂവിൽ ഈ പറയുന്ന UDF കാലത്തെയോ കോൺഗ്രസിനെയോ നേർക്കുനേർ ആരോപിക്കത്തക്ക ആരുടെയും പേര് ഇതിൽ വരുന്നില്ല. സത്യം എന്താണ്? സത്യം ആ ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്നതിൽ പ്രധാനി അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം തള്ളിക്കൊണ്ട്, പത്മകുമാർ ജാമ്യം തള്ളിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് എന്താണ്, ഇഫ് ശ്രീ എ പത്മകുമാർ വിൽ ബി റിലീസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്, who held the post of president of Travancore Devaswam Board and a former member of Legislative Assembly, is very influential, and if he will be released on bail, he would definitely interfere with the investigation, including the recovery of the remaining part of the gold alleged to be misappropriated. അടിച്ചുകൊണ്ടുപോയ സ്വർണം കണ്ടെത്തുന്നതിലടക്കം പത്മകുമാറിനെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ പുറത്തുവിട്ടാൽ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സി എ പത്മകുമാർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെ അങ്ങ് അടൂർ പ്രകാശിന് നേരെ കൈ ചൂണ്ടിയാൽ അത് ആത്മാർത്ഥമാവുമോ? എന്തെങ്കിലും വില കിട്ടുമോ അതിന്? ശ്രീ ഹാഷ്മി, അത് പ്രോസിക്യൂഷൻ ആണല്ലോ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചത്, ഇക്കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ആ നിരീക്ഷണം നടത്തിയത്. പ്രോസിക്യൂഷൻ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണല്ലോ അവിടെ പറയുന്നത്. പൊതുവേ അത് തർക്കമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആര് കുറ്റം ചെയ്താലും നടപടി സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥത ഉണ്ടെന്ന് അതിലൂടെ മനസ്സിലാവുമല്ലോ. മറ്റൊരു കാര്യം അങ്ങ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങ് പറഞ്ഞാലും അവതാരകരായി ഞങ്ങൾ പറഞ്ഞാലും ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പറയുന്ന ആളിനെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ അന്തരീക്ഷത്തെയും ബാധിക്കും. നിങ്ങളുടെ കാഴ്ചക്കാരായി ശ്രോതാക്കളായിട്ട് വൈകുന്നേരം ചാനലിന് മുമ്പിൽ ഇരിക്കുന്നവരെ കൂടി അപഹസിക്കലാണ്. അതുകൊണ്ട് ഇത്തരം അവതാരങ്ങളൊക്കെ മര്യാദയ്ക്ക് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ പറയണം. അദ്ദേഹം ഇവിടെ പറഞ്ഞത് CPIMന്റെ ജനറൽ സെക്രട്ടറി പാത്രം കഴുകാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും പൊറോട്ട കണ്ടപ്പോൾ എടുത്തു ചാടുകയും കടലിൽ ചാടുകയും ചെയ്തു എന്ന് പറയാതിരുന്ന കാര്യമായി. അങ്ങനെ ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അവർ ചെയ്ത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ സഖാവ് MA ബേബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകുന്ന ആളാണ്. അങ്ങനെ ശീലിക്കും, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. പാത്രം കഴുകൽ ഒരു മോശമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ സഖാവ് MA ബേബി വീട്ടിൽ പോയത് പാത്രം കഴുകാനുമല്ല. അല്ല, അങ്ങനെ മാത്രമല്ല, സാമൂഹ്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ചിന്തിക്കുന്ന കാര്യമാണ് അത് അങ്ങ് അങ്ങനെ ചെയ്യും. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിയൊക്കെ ജീവിക്കുന്നത് 15ഉം 16ആം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് അവർക്ക് ഇതുവരെ വണ്ട് കിട്ടിയിട്ടില്ല, അങ്ങോട്ട് 21ാം നൂറ്റാണ്ടിലേക്ക് വണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പാത്രം കഴുകലൊരു മോശമാണ്, ചെത്തുതൊഴിൽ ഒരു മോശമാണ്. അവരുടെ ഒരു നേതാവാണല്ലോ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ചെത്താൻ പോയാൽ മതിയെന്ന്. അതൊരു ആക്ഷേപമാണല്ലോ. അതുപോലെ തയ്യൽ ടീച്ചർ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ടീച്ചർമാരിൽ തയ്യൽ ടീച്ചർക്ക് എന്തോ കുഴപ്പമുള്ളതുപോലെയാണ്, വേറെ ടീച്ചർമാർ മാത്രമേ മികച്ചതാവുള്ളൂ. തയ്യൽ ടീച്ചർ എന്നാണ് KK ശൈലജ ആക്ഷേപിക്കുന്നത്. മാത്രമല്ലല്ലോ, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രമല്ല ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത്. പത്രസമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് സമയത്തെത്തിയില്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട തെറി ഉപയോഗിച്ച് KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ മൊത്തം കേട്ടതാണ്. ആ സ്കൂളിൽ പഠിക്കുന്നവരിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതേയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണമല്ലോ അതിനെക്കുറിച്ച് പറയാൻ. ഞങ്ങൾ അത്തരം വാക്കുകൾ മാത്രമേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞത് നാണംകെട്ട പ്രതിരോധമായിട്ട് വരത്തില്ലെന്നാണ്. ഇത്ര ഉളുപ്പില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നാണംകെട്ട പ്രതിരോധമായിട്ട് ഇവിടെ നിരങ്ങിയിട്ടുള്ളത്? ഞങ്ങൾ പറയുന്ന പ്രതിരോധത്തിൻ്റെ സത്ത എന്താ? ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഹാഷ്മി ആവർത്തിച്ച് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇന്നയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? ഏത് വിധത്തിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആര് ഇതിൽപ്പെട്ടാലും അത് ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താ? കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു ഇവിടെ പറഞ്ഞതെന്താ? CPIMന്റെ കനകൂലും. അതെന്തൊരു ശൈലിയാണ്? ഈ കേരള കാളിദാസൻ ഉണ്ണായി വാര്യർ എന്നൊക്കെ പറയുന്ന പോലെ CPIMന്റെ കനകൂലും നിങ്ങളുടെതാ. BJPക്ക് അഡ്വൈസ് കൊടുത്ത ആളാണ് കനകൂലും. അതുകൊണ്ടാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അദ്ദേഹം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി BJPക്ക് വോട്ട് പിടിച്ചു കൊടുത്ത ആളാണ്. നിങ്ങൾ 50 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ മൊത്തം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ വർഗീയത ഇളക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് തന്ന ഉപദേശമാണ്. CPIMന്റെ അല്ല, അത് ഞാൻ പറയാം. CPIMന്റെ കനകോലു
എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കനകോലു ഇളക്കി വിട്ടിരിക്കുന്ന വർഗീയതയാണ്. ആ വർഗീയതയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അലയൊലികളാണ്, അതിൻ്റെ പ്രതികരണങ്ങളാണ് ചർച്ചയിലൂടെ വരുന്നത്. ആ ചർച്ചയിൽ CPM-ന്റെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത സമീപനം സ്വീകരിച്ചാൽ തിരുത്താൻ പറയും. അപ്പോൾ തിരുത്തിക്കോണം. അതാണ് CPM. അതല്ലാതെ ഇഷ്ടമുള്ള വർത്താനം പറഞ്ഞു, ഇഷ്ടമുള്ള ഭാഷ കാണിച്ചും ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ CPM-ന് അവകാശമില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലത്തിലും ഒരു രാഷ്ട്രീയ സംഘടനാ രൂപം, നിയതമായ രാഷ്ട്രീയ സംഘടനാ രൂപം അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് അവർ പറയുന്ന വാചകങ്ങളിൽ എവിടെയെങ്കിലും അപഭ്രംശം സംഭവിച്ചാൽ ുള്ള ബാധ്യത അവർ ഏറ്റെടുത്തോണം. അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ സമീപനം സ്വീകരിക്കുന്നത്. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ നമ്മുടെ വിഷയം സ്വർണ്ണക്കൊള്ളയാണ്. ഇതല്ല വിഷയം എടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതെ നിങ്ങൾ എന്ത് കാര്യം തോന്നുന്നില്ലേ അത് എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ പറയുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതാണ്, പ്രോസിക്യൂഷൻ സർക്കാരേതാണ് എന്ന് പറയാണല്ലോ. ആ പ്രോസിക്യൂഷൻ സർക്കാർ പറയാണ് എന്താണ് ഈ പറയുന്ന പത്മകുമാർ അപകടകാരിയാണ്. ഉത്തരവിൽ ഹൈക്കോടതി പറയാണ് ഇയാൾ വലിയ സ്വാധീന ശക്തിയുള്ള ആൾ. എന്തുകൊണ്ട് സ്വാധീന ശക്തി? ഇയാൾ മുൻ MLA ആണ്, ഇയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, പുറത്തിറങ്ങിയ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതി ഉത്തരവിട്ട് വെച്ചിരിക്കാന്നേ. എന്നിട്ട് ഒരു കേവല നടപടി പോലും ഇല്ലാതെ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ? കോടതി നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഉത്തരവുണ്ടോ? ഞാൻ അയച്ചുതരാം. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഞാൻ അയച്ചുതരാം. ഇന്നിറങ്ങിയ ഉത്തരവ്. അതെ, കോടതി ജാമ്യം എന്തുകൊണ്ട് തള്ളുന്നു എന്ന് പറയുന്ന അത് ജാമ്യം തള്ളിക്കൊണ്ട് സാർ പറയട്ടെ സാർ, ഹാഷ്മി, ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ ഇടപെടലാണ്. സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, FIR ആണ് സമർപ്പിച്ചിട്ടുള്ളത്. ഓരോ ഇടക്കാല റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം തള്ളാനുള്ള കാരണം കോടതിക്ക് പറയണം. അങ്ങനെയാണ് കോടതി ഉത്തരവാണെങ്കിൽ പിന്നെ പത്മകുമാറിന് വേണ്ടി നാളെ ജാമ്യത്തിന് പോകണ്ടല്ലോ. അല്ല, ചുമ്മാ പറയുമോ കോടതി? ആണെങ്കിൽ പിന്നെ ജാമ്യത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി കോടതിയുടെ കൺവിക്ഷനും കോടതിയുടെ ബോധ്യമല്ലേ ഇയാൾ പുറത്തിറങ്ങിയ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതിയുടെ ബോധ്യമല്ലേ അത് പറയുന്നത്? പൊതുജനങ്ങളുടെ മുമ്പിൽ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാതെ. അതെങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? കോടതി ഉത്തരവ് എഴുതി വെച്ചിരിക്കാം. കോടതി ഉത്തരവായിട്ട് ഒരു നിമിഷം ഞങ്ങൾ മാറ്റി വെക്കത്തില്ലല്ലോ ശ്രീ ഹാഷ്മി, ഒരു നിമിഷം ഞങ്ങൾ മാറ്റി വെക്കത്തില്ലല്ലോ. കോടതി ഉത്തരവായിട്ട് വരട്ടെ. പിന്നെ പ്രധാന പ്രശ്നം എന്താ? ഇവരെന്താ മിണ്ടാത്ത? ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി തന്ത്രിയെക്കുറിച്ച് എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞു? ഇവർ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്ത്രിയെക്കുറിച്ച് എന്താ പറയാത്തെ? BJP-യുടെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞത് തന്ത്രിയേക്കാൾ വലുതാ മന്ത്രി. അല്ല സാർ, ആചാരാനുഷ്ഠാനങ്ങളിലും വാജീവാഹനം കൈമാറ്റം ചെയ്യലും കൊടിമരം മാറ്റി സ്ഥാപിക്കലിലും മന്ത്രിക്ക് ഒരു റോളും ഇല്ല സാർ. ശബരിമലയിൽ അത്തരം കാര്യങ്ങളിൽ മന്ത്രിക്ക് ഒരു കാര്യമില്ല. അത് ദേവസ്വം ബോർഡുണ്ട് അവിടെ. ആ ദേവസ്വം ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ. ദേവസ്വം ബോർഡിനെ കോർഡിനേറ്റ് ചെയ്യാനും മറ്റു വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്യാനേ മന്ത്രിക്ക് അധികാരമുള്ളൂ. ദേവസ്വം ബോർഡിന്റെ ആളുകളെ നിശ്ചയിച്ചു കൊടുത്താൽ മന്ത്രിക്കും ഗവൺമെന്റിനും അധികാരമില്ല സാർ. അതാണ് ഭരണഘടന. അതുകൊണ്ട് മന്ത്രിയേക്കാൾ വലുത് തന്ത്രി തന്നെയാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ അപ്പോസ്തലൻ ആരാ? വാജീവാഹനം കൊണ്ടുപോകണോ വേണ്ട തീരുമാനിക്കുന്ന ആരാ? ആ ശബരിമല ശ്രീകോവിലിനകത്തുനിന്ന് ഒരു സാധനം പുറത്തേക്കോ അകത്തേക്ക് വരണമെന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്ന ആരാ? ദേവന്റെ അനിജ്ഞ വായിക്കുന്ന ആരാ? പുറത്തുപോയി പൂജ നടത്തുന്നത് ആരാ? തന്ത്രിയെ പിടിച്ച് മന്ത്രിയൊക്കെ വെച്ചാൽ പോലെ ശബരിമലയിലെ ദേവസ്വത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം തന്ത്രിയാണെങ്കിൽ എത്രയോ വലിയ ആളാണ്. തന്ത്രിയെ പിടിച്ച് ദേവസ്വം മന്ത്രി ആയിക്കൂടെ? PK കോവൻ ജനാധിപത്യ രാജ്യത്ത് സംസാരിക്കുമ്പോ ഇപ്പൊ തന്ത്രിയേക്കാൾ വലുതല്ല മന്ത്രി എന്ന് പറഞ്ഞാലേ മണ്ടത്തരം ചോദിക്കരുത്. അത് BJP നേതാക്കന്മാർക്ക് ചോദിക്കാം. അങ്ങീ മണ്ടത്തരം ചോദിക്കരുത്. കാരണം തന്ത്രിയാണ് എല്ലാമെങ്കിൽ പിന്നെന്തിനാ മന്ത്രി? അവിടെ ദേവസ്വം ബോർഡിനെ ചുമതലയാണ് ദേവസ്വം. അവിടെ അകത്തുള്ള മൊത്തം അടിച്ചോണ്ട് പോയി വിറ്റു ഇയാൾ ആരും പോറ്റി കൂട്ടരും. പിന്നെ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഒന്നുമില്ലെങ്കിൽ അല്ല, മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അറസ്റ്റ് ചെയ്യുന്ന മന്ത്രിയായിരുന്നു സാർ. അതുകൊണ്ടല്ലേ ദേവസ്വം ബോർഡിനെ പിടിച്ചത്, പിന്നെ തന്ത്രിയെ പിടിക്കുന്നത്. ഇപ്പൊ SIT എന്തിനാ തന്ത്രി അറസ്റ്റ് ചെയ്തത്? മന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇതൊന്നും ആർക്കും അറിയാൻ വയ്യാത്തതാണോ? നിങ്ങൾ പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണോ? ശരി, പക്ഷെ അപ്പോഴും ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാവില്ല എന്ന് അങ്ങേക്ക് ഉറപ്പോടെ ചോദിച്ചപ്പോൾ അങ്ങേക്ക് ഉറപ്പില്ലെന്നാണ് പറഞ്ഞു. അങ്ങത് ഉറപ്പോടുകൂടി കടകംപള്ളിക്ക് ഇതിൽ പങ്കില്ല, കടകംപള്ളി അറസ്റ്റിലാവില്ല എന്നങ്ങ് പറയില്ല. കാര്യത്തിൽ ഞാൻ പറയുന്നില്ല സാർ. അങ്ങ് പറയണം സാർ. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആർക്കും ഇതിനകത്ത് അല്ല, അങ്ങ് പറയണം സാർ. അങ്ങയുടെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവാണ് സാർ, നടത്താൻ പാടില്ല, മുൻ മന്ത്രിയാണ് സാർ. ആ മുൻ മന്ത്രിക്ക് ക്ഷേത്രക്കൊള്ളയിൽ പങ്കില്ല എന്നൊരു CPM വക്താവ് എന്നൊരു അങ്ങ് പറയണം സാർ. അങ്ങനെ കഴിയണോ അതിന്? അവർക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ പൈസ കിട്ടുന്നില്ല സാർ. അവർക്ക് ഇന്ത്യയിലെ കമ്പനികളിൽ നിന്ന് പൈസ കിട്ടുന്നില്ല സാർ. അവരങ്ങനെ പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങ് ആർജവത്ത് ഉറപ്പോടെ പറയണം. ഞങ്ങളുടെ നേതാവ്, നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളിക്ക് ക്ഷേത്രക്കൊള്ളയിൽ പങ്കില്ല, അതുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അങ്ങേക്ക് അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ഈ പാനലിൽ വേറെ ആരെങ്കിലും പറയൂ? അല്ല സാർ, അല്ല, ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ അത് പറയിപ്പിക്കണ്ട. തൽക്കാലം അത് പറയിപ്പിക്കണ്ട. നാളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ
എന്നെ കൊണ്ട് എന്തിനാ അത് പറയിപ്പിക്കുന്നേ? അങ്ങനെ ഞങ്ങളുടെ അങ്ങേക്ക് പോലും അതിൽ ഉറപ്പില്ല കേട്ടോ. അദ്ദേഹത്തിൽ ഉൾപ്പെടെ യാതൊരു കാര്യത്തിൽ ഇതിൽ ശരി ശരി, അങ്ങേക്ക് ബന്ധമില്ല. പോലും അതിൽ ഉറപ്പില്ല എങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് ഉറപ്പുണ്ടാവുക? ഉറപ്പിന്റെ ഒക്കെ ആ വാക്ക് അങ്ങയുടെ കയ്യിൽ ഇരിക്കട്ടെ, ശ്രീ ഹാഷ്മിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്നാ അങ്ങൊന്ന് പറയൂ, കടകംപള്ളിക്ക് ഇതിൽ പങ്കില്ല എന്നങ്ങ് ഉറപ്പിച്ച് പറയൂ സാർ. അങ്ങ് CPM-ന്റെ പ്രതിനിധിയല്ലേ? നാളെ അറസ്റ്റ് ചെയ്യോ ഇല്ലയോ, ചോദ്യം ചെയ്യില്ലോ എന്ന് ഞാൻ പറയത്തില്ല സാർ. അതിരിക്കട്ടെ സാർ. ഹാഷ്മി, നാളെ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് പറയാൻ കഴിയാവുന്ന ഒരു കാര്യമുണ്ട്. CPIM-മായി ബന്ധപ്പെട്ട് LDF-മായി ബന്ധപ്പെട്ട ഒരാളും അഴിമതി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല ഞങ്ങളുടേത്. ആ പൈസയായിട്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ അവർ വരികയും വേണ്ട. നിങ്ങൾക്ക് അനധികൃതമായി കിട്ടിയ 10 പൈസയായിട്ട് CPM-ന്റെ ഓഫീസിൽ ആരും വരണ്ട. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാ. കാരണം ഇന്ത്യ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്ന CSR ഫണ്ട് തിരിച്ചയച്ചു കൊടുക്കുന്നവരാ ഞങ്ങൾ. ഇലക്ട്രിക് ബോണ്ട് അന്തരീക്ഷത്തിൽ ആ പേര് കുറെ നാളായി കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ ഇടക്കാല ഉത്തരവടക്കം നോക്കുമ്പോൾ കടകംപള്ളി അകത്താവില്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കുറ്റമല്ല, അങ്ങയുടെ കുറ്റമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.